എന്തായാലും ഇത് പറയാതിരിക്കാൻ വയ്യ. ഇലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ UDF വേണ്ടി വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. വേണുഗോപാലിനെ കണ്ടിട്ടല്ല ഞാൻ വോട്ട് ചെയ്തത്. ശരിക്കും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പെർഫോമൻസും കണ്ട് അയാൾക്ക് ഈ നാട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ധാരണപ്പുറത്താണ് ഞാൻ UDF വോട്ട് ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ തന്നെ ഭരിക്കട്ടെ എന്ന് കരുതുമായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പം വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ കാല് പിടിക്കുകയും ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെയൊക്കെ ധാർഷ്ട്യമാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ല ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇലക്ഷന് നേരിടാതെ മുഖ്യമന്ത്രിയാകുക, ജനഹിതം എന്താണെന്ന് മനസ്സിലാക്കാതെ വന്നിട്ട് മുഖ്യമന്ത്രി പദം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഇത് എവിടെ തന്നെയായ? അതിന് കുറച്ച് KPCC അങ്ങനെ നിർവാഹക സമിതിയിലെ കുറേ അംഗങ്ങൾ പച്ചക്കൊടി കാണിക്കാനും ഇരിക്കുന്നു. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ കാര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ കെട്ടറപ്പ് നോക്കണം. നീയൊക്കെ അതൊക്കെ കണ്ട് പഠിക്കുക. നീയൊന്നും ഒന്നുമല്ല. നിനക്കൊക്കെ അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്കും നിനക്കൊക്കെ വരാൻ പോകുന്ന ദുരിതം എന്നാന്ന് കണ്ടു. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഇപ്പോൾ സീറ്റ് കുറഞ്ഞത് നിങ്ങളെ ജനം പൊക്കിപ്പിടിച്ചത് കൊണ്ടൊന്നുമല്ല. അവരെ പോലെ കാര്യപ്രാപ്തിയുള്ളൊരു പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്നുള്ളതാണ്. അവർ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് സപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കണ്ട സർവനാശത്തിന് കൊണ്ടുപോയി പ്രവർത്തകരുടെ ആവേശം കെട്ടുതല്ലിക്കളഞ്ഞ് രമേശ് ചെന്നിത്തലയുടെ മനസ്സിലിരിപ്പോൾ എന്തുവാ? ഇപ്പോൾ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എനിക്ക് പിന്നെ ആകാൻ കഴിയല. എങ്ങനെയുണ്ട്? വോട്ട് ചെയ്തവന്മാർ മുഴുവൻ മണ്ടനായി. എന്നാൽ പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് അതിനെ മുമ്പോട്ട് പോയി വിജയിപ്പിച്ചെടുക്കാൻ കഴിയാൻ പാടില്ലായിരുന്നു. ഇതൊന്നുമില്ലാതെ ഒളിച്ചിരുന്ന് പമ്മിയിരുന്നിട്ട് പ്രവർത്തിച്ച് വന്ന ഒരു ആൺകുട്ടിയെ, ഒരു പുലിക്കുട്ടിയെ എല്ലാവരും കൂടി ചവിട്ടി കളഞ്ഞിട്ട് അവർക്ക് സൗകര്യപ്പെടുന്ന ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. ഇത് എന്ത് പരിപാടി? ഇനിയും ഈ ഇലക്ഷനോ ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇനി വരും 8 നില പൊട്ടും കോൺഗ്രസ്. 8 നില. ഇത് ജനം കണ്ട് എനിക്ക് തന്നെ ഇപ്പം എന്നോട് തന്നെ പുച്ഛം തോന്നുക. എൻ്റെ ഒരു വോട്ട് ഇത് നമുക്കിപ്പം മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഈ അണികളുടെ രോഷവും എല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും തന്നെ പ്രവർത്തിച്ച് ഇത് തെരുവിലേക്ക് ഇറങ്ങുക വേണ്ടത്. ശരിക്കും അച്യുതാനന്ദൻ്റെ സമയത്ത് ഉണ്ടായതുപോലെ കാലം പുറകെ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. കോൺഗ്രസ് ഒരു കുന്തമല്ല, ജനം തന്നെയാണ് യുവത്തിലെ രാജ്യത്തിൻ്റെ പവർഫുള്ളായ നേതാക്കന്മാർ. അവരുടെ കരുത്ത് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. വെറുതെ ഇരുന്നവൻ വന്ന് മുഖ്യമന്ത്രിയാകുന്നു. ഇല്ലെങ്കിൽ ജനഹിതം അറിയണമെന്നുണ്ടായിരിക്കും മുൻപേ രാജിവെച്ചിട്ട് ഇതിൽ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമായിരുന്നു. ഇത് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിട്ട് ജനമതി തേടാനിരിക്കുന്നത്. നാണമുണ്ടോ? ഇതിൽ കൂടുതൽ നാണമുണ്ടോ? അത് പണിയെടുത്തവന് കൂലി കൊടുക്ക്. ശരിക്കും പറഞ്ഞാൽ സതീശനെ കണ്ടിട്ട് തന്നെയാണ് ജനം വോട്ട് ചെയ്തത്. അത് മനസ്സിൽ കോൺഗ്രസ്സുകാരെ എത്ര പാർട്ടി പ്രവർത്തകരാണ്. ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ എന്തായിരുന്നു? ഇനി നിനക്കൊന്നും വോട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എൻ്റെ വീട്ടിലേക്ക് വന്ന് പോകരുത്. എൻ്റെ വീട്ടിൽ 10-12 വോട്ടുള്ളതാണ്. ഒരു വോട്ട് ഞങ്ങൾ ജയിപ്പിക്കുകയില്ല. ഒന്നില്ലേ BJPക്ക്, ഇല്ലേ ഇടതുപക്ഷത്തിന്. ഇതേ ഉള്ളു. നീയൊക്കെ ചത്തു കഴിഞ്ഞു.